ഹലോ എവ്രി വൺ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ അധികം മസാലകളൊന്നും ചേർക്കാത്ത അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ചിക്കൻ്റെ റെസിപ്പിയാണ്. ചിക്കൻ സ്റ്റൂ ആണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ പെർഫെക്റ്റ് ആയിട്ടൊരു ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് വേഗം തന്നെ നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു കടായിലേക്ക് ഏകദേശം 3-4 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. കോക്കനട്ട് ഓയിൽ ഇല്ല എങ്കിൽ മറ്റ് റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ്. എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് ഏകദേശം 3 ഇഞ്ച് നീളമുള്ള അല്ലെങ്കിൽ ഒരു ചെറിയ പീസ് സിന്നമൺ സ്റ്റിക്കാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം 6 ഏലക്ക, 6 ഗ്രാമ്പു ഇത്രയും ചേർത്ത് കൊടുത്ത് ഒരു 10 സെക്കൻഡ്സ് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി അതിനുശേഷം ഏകദേശം 1.5 അല്ലെങ്കിൽ 2 ഇഞ്ച് നീളമുള്ള ഒരു ഇഞ്ചിയുടെ കഷ്ണവും 8 വെളുത്തുള്ളിയും ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഏകദേശം 5-6 പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടി ആഡ് ചെയ്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ വെളുത്തുള്ളിയുടെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ ആയി വരുമ്പോഴേക്കും വലിയ സവാളയിൽ 1.5 സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് മിക്സ് ആയതിനു ശേഷം ഏകദേശം 1/2 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പും ചേർത്ത് നന്നായിട്ട് പിന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഞാൻ ഫ്ലെയിം മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇനി സവാളയൊന്നും ഭയങ്കര ഗോൾഡൻ ബ്രൗൺ ആവുന്ന സ്റ്റേജ് വരെ വെയിറ്റ് ചെയ്യേണ്ട. ഏകദേശം ഒന്ന് വെന്ത് സോഫ്റ്റായി വരുമ്പോഴേക്കും നമുക്ക് ഏകദേശം 1 കിലോ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യാവുന്നതാണ്. എപ്പോഴും ചെറിയ പീസുകളായിട്ട് അരിയുന്നതാണ് സ്റ്റൂവിന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ഒരു ലെഗ് പീസും ബാക്കിയെല്ലാം ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയെല്ലാം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് 1/2 ടീസ്പൂൺ ലൈം ജ്യൂസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു സമയത്ത് 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനിയെല്ലാം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് നമ്മുടെ ചിക്കൻ്റെ പുറത്തൊക്കെ ഒരു വൈറ്റ് കളർ ആവുമ്പോഴേക്കും ഒരു വലിയ പൊട്ടറ്റോ ചെറിയ ക്യൂബുകളായിട്ട് കട്ട് ചെയ്തതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം വളരെ കുറച്ച് കോളിഫ്ലവറും ബാക്കി കുറച്ച് ഗ്രീൻ പീസും ക്യാരറ്റും ആണ് ആഡ് ചെയ്യുന്നത്. ഇതിൽ ഗ്രീൻ പീസും കോളിഫ്ലവറും ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം മതി. ക്യാരറ്റും പൊട്ടറ്റോവും എന്തായാലും ചേർക്കാൻ ശ്രമിക്കുക. ഇനി അതിൻ്റെ കൂടെ തന്നെ ഏകദേശം 2 തണ്ട് കറിവേപ്പില കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ഡ്രൈ ചെയ്ത കറിവേപ്പിലയാണ് ആഡ് ചെയ്യുന്നത്. ഫ്രഷ് കറിവേപ്പില ഉണ്ടെങ്കിൽ അതായിരിക്കും എപ്പോഴും ബെറ്റർ. ഇനി അതിൻ്റെ പുറത്ത് ഏകദേശം 2.5 കപ്പ് രണ്ടാം തേങ്ങാപ്പാലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് തുറന്ന് വെച്ചതിന് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നല്ലോണം തിളച്ച് കഴിയുമ്പോഴേക്കും ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് ആക്കിയിട്ട് നമുക്ക് അടച്ച് വെച്ച് ഏകദേശം 15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇനി 15 മിനിറ്റ് കഴിയുമ്പോഴേക്കും ചിക്കൻ എല്ലാം നല്ല രീതിയിലൊന്ന് വെന്തിട്ടുണ്ടാവും. ഈ ഒരു സമയത്ത് നമുക്ക് ലിഡ് ഓപ്പൺ ചെയ്തിട്ട് 1 ടീസ്പൂൺ പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കാം. ക്രഷ്ഡ് പെപ്പറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം 3/4 ടീസ്പൂൺ ഗരം മസാലയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ പൊടികളൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ഏകദേശം ഒരു 5 മിനിറ്റ് കൂടി നമുക്കൊന്ന് തിളപ്പിക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് കൂടി കഴിയുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം നല്ല ലോയിൽ വെച്ച് കൊടുക്കാം. ലോയിൽ വെച്ചതിന് ശേഷം മാത്രം ഏകദേശം 3/4 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തീ എപ്പോഴും ലോയിലായിരിക്കണം.
കാരണം ഈ കട്ടിയുള്ള തേങ്ങാപ്പാൽ തിളച്ച് കഴിഞ്ഞാൽ സ്റ്റൂവിൻ്റെ ആ ഒരു ടെക്സ്ചറേ മാറും. അപ്പോൾ തിക്ക് കോക്കനട്ട് മിൽക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി. അപ്പോൾ അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൽ അവസാനത്തെ സ്റ്റെപ്പായിട്ട് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി കൂടി ഫ്രൈ ചെയ്ത് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയും അതിലേക്ക് 10 ചെറിയ ഉള്ളി ചെറുതായിട്ട് സ്ലൈസ് ചെയ്തതാണ് ആഡ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ സവാള, ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് തന്നെ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. ഞാനിവിടെ സവാളയാണ് ആഡ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ നമുക്ക് വേണേൽ കാഷ്യൂനട്ട് കൂടി ആഡ് ചെയ്യാം. ഏകദേശം ഒരു 20 കാഷ്യൂനട്ടോളം നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അത് ഓപ്ഷണലാണ്. അതിനുശേഷം അല്പം കറിവേപ്പില കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി നമ്മുടെ സവാള ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മുടെ സ്റ്റൂവിലേക്ക് ആഡ് ചെയ്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പെർഫെക്റ്റ് ആൻഡ് വെരി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഇത് എനിക്ക് കഴിക്കാൻ ഏറ്റവും ഇഷ്ടം ഇടിയപ്പത്തിൻ്റെ കൂടെയാണ്. അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള അടിപൊളി റെസിപ്പീസിനായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കണേ. ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ കൂടി അറിയിക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സീ യു ദെൻ. ബൈ.